ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പൊ അതാണ്ട് ഇന്ന് അടിപൊളി ഒരു കറിയായിട്ടാണ് കേട്ടോ ഞാൻ വന്നേക്കുന്നത്. ഇത് ഉണ്ടാക്കി രാവിലെ വെച്ച് കഴിഞ്ഞാൽ രാവിലെ കാപ്പിക്കും ഉച്ചയ്ക്കും വൈകിട്ടും എല്ലാം എടുക്കാം. എല്ലാത്തിൻ്റെ കൂടെ സെറ്റ് ആവുന്ന ഒരു കറിയാണ്. വളരെ സിമ്പിൾ ആണ് ഉണ്ടാക്കാനും. അപ്പൊ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം. അതിന് മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പൊ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു കപ്പോളം വൻപയർ എടുത്ത് തലേന്ന് തന്നെ ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അധികം സമയമൊന്നും ഇല്ലെങ്കിൽ ഒരു മണിക്കൂറോ അരമണിക്കൂറോ ഒക്കെ ചൂടുവെള്ളത്തിലിട്ട് വെച്ചാലും മതി. ഇനി നമുക്ക് അത് ഒരു കുക്കർ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഒരു സവാള ഒന്ന് കുനുകുനാന്ന് അരിഞ്ഞെടുത്തതാണ് കേട്ടോ. ചോപ്പറിലിട്ട് ഒന്ന് അരിഞ്ഞെടുത്തതാണ്. അപ്പൊ അതങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഈ സവാളയൊക്കെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. സവാളയൊക്കെ ഒരുപാട് കളറൊന്നും മാറണ്ട. പ്രത്യേകിച്ച് നമ്മൾ കുക്കറിൽ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് വാടി വന്നിട്ട് അതിന്റെ ആ ഒരു പച്ചപ്പണമൊക്കെ ഒന്ന് മാറി ഒന്ന് ട്രാൻസ്പെറന്റ് ആവുമല്ലോ. ആ ഒരു സ്റ്റേജ് വരെ ഒന്ന് വഴറ്റിയാൽ മാത്രം മതിയേ. അപ്പൊ ഞാൻ ഇതിലേക്ക് കുറച്ചധികം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ചധികം അല്ല, ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നല്ലപോലെ ഒന്നും കൂടെ മിക്സ് ആക്കി കൊടുക്കാം. ഇപ്പൊ ദാണ്ട സവാളയൊക്കെ ഒന്ന് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മൂന്നാല് വെളുത്തുള്ളി അല്ലെങ്കിൽ ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ഒന്ന് ചതച്ചത് എടുത്തതാണ് കേട്ടോ. അപ്പൊ അതും കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്നും കൂടെ മിക്സ് ആക്കി കൊടുക്കാം. ആ വെളുത്തുള്ളിയുടെ ഇഞ്ചിന്റെ ഒക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നവരെയും ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പൊ ദാണ്ട വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെ ഒക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർക്കാം. ഞാനിവിടെ അത്യാവശ്യം വലിയൊരു തക്കാളി ആയതുകൊണ്ട് ഒരെണ്ണം എടുത്തിട്ടുള്ളൂ. അപ്പൊ കുഞ്ഞു തക്കാളിയൊക്കെ ആണെങ്കിൽ രണ്ടെണ്ണം എടുക്കണേ. അതും ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ് കേട്ടോ. അപ്പൊ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു പച്ചമുളക് ചേർക്കുന്നുള്ളൂ. അപ്പൊ നിങ്ങളുടെ ആ ഒരു എരിവിനനുസരിച്ച് പച്ചമുളകിന്റെ എണ്ണം കൂട്ടാം. അപ്പൊ ഞാനിവിടെ ഒരെണ്ണേ ചേർക്കുന്നുള്ളൂ. ഇനി നല്ലപോലെ ഒന്ന് വഴറ്റി ആ തക്കാളിന്റെ ഒക്കെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വരുന്നവരെയും ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. അപ്പോഴാണ് നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കണ്ടോ. ഇതുപോലെ ഒന്ന് വെന്ത് കിട്ടണം. അപ്പൊ ഇതുപോലെ ഒന്ന് വെന്ത് കിട്ടുമ്പോഴേക്ക് ഇനി ഇതിലേക്ക് കുറച്ച് പൊടികളൊക്കെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഇനി ഒരു 2 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും മസാലപ്പൊടികളൊക്കെ മതിയാവും. ഇനി നമുക്ക് ഇതിന്റെ ആ ഒരു പച്ചമണം ഒന്ന് മാറുന്നവരെയും നല്ലപോലെ വഴറ്റിയെടുക്കാം. പച്ചമണമൊക്കെ ഒന്ന് മാറി ആ ഒരു എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുന്ന ആ ഒരു സ്റ്റേജ് വരെ ഒന്ന് വഴറ്റി കൊടുക്കണേ. ഇപ്പൊ ദാണ്ട് നമ്മുടെ പൊടികളുടെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറി എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പൊ ദാണ്ട് ഈ ഒരു സ്റ്റേജ് വരെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ഉരുളക്കിഴങ്ങാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ ഒരു 2 ഉരുളക്കിഴങ്ങ് എടുത്ത് അത്യാവശ്യം വലുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഉരുളക്കിഴങ്ങ് ഇല്ലാതെയും ഈ ഒരു കറി ഉണ്ടാക്കാം കേട്ടോ. അപ്പൊ ഞാൻ കുറച്ചും കൂടി ടേസ്റ്റ് കൂടിക്കോട്ടെ എന്ന് കരുതി ഉരുളക്കിഴങ്ങ് ചേർത്തതാണ്. ഇനി നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിരുന്ന നമ്മുടെ വൻപയറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് എല്ലാം കൂടെ ഒന്നങ്ങ് മിക്സ് ആക്കി കൊടുക്കാം. അപ്പൊ അതാണ്ട് നന്നായിട്ട് ഞാനൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് ഇത് വേവാനും പാകത്തിന് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പൊ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഈ ഒരു സമയം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ജസ്റ്റ് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇനി നമുക്ക് ഈ കുക്കർ ഒന്ന് മൂടി വെച്ചിട്ട് ഒരു 3-4 വിസിൽ കേൾക്കുന്നവരെ നല്ലപോലെ വേവിച്ചെടുക്കണം. ഈ സംഭവങ്ങളെല്ലാം നല്ലപോലെ ഉടഞ്ഞ് കിട്ടുന്ന ആ ഒരു പരുവം വരെയാണ് വേവിച്ചെടുക്കേണ്ടത് കേട്ടോ. അപ്പൊ എന്റെ കുക്കറിൽ എനിക്കൊരു 4 വിസിലായിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് അവിടെ ഇരുന്ന് വിസിലൊക്കെ അടിച്ച് വരട്ടെ. ഇപ്പൊ ദാണ്ട ഒരു 4 വിസിലൊക്കെ കേട്ട് സ്റ്റീമൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ദാണ്ട നമ്മുടെ കറി ഇവിടെ സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കണ്ടോ. നല്ല വെന്തുടഞ്ഞ് കിട്ടിയിട്ടുണ്ട് എല്ലാം. ഇനി നമുക്ക് ഇതുപോലെ പോരാ, കുറച്ചും കൂടെ ഉടച്ചു കൊടുക്കണം കേട്ടോ. ആ ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് ഉടച്ചെടുക്കുമ്പോഴാണ് കറിക്ക് നല്ലൊരു തിക്നെസ്സും നല്ലൊരു ടേസ്റ്റും ഒക്കെ കിട്ടുന്നത്. അപ്പൊ ഞാനൊരു പൊട്ടറ്റോ മാഷർ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പൊ ഇതില്ലെങ്കിലും നിങ്ങൾക്കൊരു തവി വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ഗ്ലാസിന്റെ അടിഭാഗം വെച്ചിട്ടോ ഒക്കെ ഒന്ന് ഉടച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്.
എല്ലാ ഉരുളക്കിഴങ്ങൊന്നും ഉടച്ചെടുക്കണ്ട കേട്ടോ, നമുക്ക് കുറച്ച് കടിക്കാനും കൂടെ കിട്ടുമ്പോഴാണ് ടേസ്റ്റ്. അപ്പൊ ദാണ്ടെ ഞാൻ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതേ, ഞാനിവിടെ ഒരു 1/4 കപ്പോളം തേങ്ങ എടുത്ത് ഇത്തിരി വെള്ളം കൂടെ ചേർത്തൊന്ന് നല്ല പേസ്റ്റ് കണക്ക് അരച്ചെടുത്തതാണ് കേട്ടോ. അപ്പം ഇതിലേക്ക് വേറെ ഒന്നും ചേർക്കേണ്ട, തേങ്ങ മാത്രം അരച്ചെടുത്ത് ചേർത്താൽ മതി. ഇനി നമുക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കാം. അപ്പൊ ഞാൻ ഇനി വീണ്ടും ഒന്നും കൂടെ ഫ്ലെയിം ഒന്ന് ഓൺ ആക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഓൺ ആക്കിയാൽ മതി. അപ്പൊ താണ്ടെ ഞാൻ ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നു. താണ്ടെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരുപാട് നേരോട്ട് തിളപ്പിക്കരുത്. ഉപ്പ് വല്ലതും വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പൊ ജസ്റ്റ് ഒന്ന് തിളച്ച് തുടങ്ങുന്ന ആ ഒരു സമയം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കണം. ഒരുപാട് സമയം ഇട്ട് തേങ്ങ ചേർത്തതിന് ശേഷം തിളപ്പിച്ച് കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് അങ്ങ് പോകും കേട്ടോ. അപ്പൊ ജസ്റ്റ് ഒന്ന് തിളപ്പിച്ച് നമുക്ക് ഇതുപോലെ ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ഒരു വൻപയർ കറിയാണ് കേട്ടോ ഇത്. രാവിലെ ചപ്പാത്തിന്റെ കൂടെയോ ദോശന്റെ കൂടെയോ ഉച്ചയ്ക്ക് ചോറിന്റെ കൂടെയോ എന്തിന്റെ കൂടെ വേണമെങ്കിലും സെറ്റ് ആവുക കേട്ടോ. നല്ല ടേസ്റ്റുമാണ്. അപ്പൊ വൻപയർ വെച്ചിട്ട് ഇതുപോലൊരു കറി നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് അതുപോലെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കില്ലേ. അപ്പൊ ഇനിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാടോ. അതുവരേക്കും ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.